ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ലേവ്യരുടെ പുസ്തകം 26:13 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നീ നിവർന്ന് നടക്കേണ്ടതിന് നിന്റെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ലേവ്യർ 26:13 നീ നിവർന്ന് നടക്കേണ്ടതിന് നിന്റെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഇന്ന് നമുക്കറിയാം, ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ അനേകം ഞെരുക്കങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിച്ച് പോകാൻ വയ്യാത്ത സാഹചര്യങ്ങൾ നിരാശപ്പെടുത്തും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയെല്ലാം കടന്നു വരുമ്പോൾ ദൈവത്തിന് വചനം പറയാം, നിന്നെ വലിച്ചു മുറുക്കിയിരിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ അഭിവൃദ്ധിക്കും തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, നുകമായി നിൽക്കുന്ന കാര്യങ്ങളെ പൊട്ടിക്കാൻ കർത്താവിന് പറ്റും. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നീ നിവർന്ന് നടക്കേണ്ടതിന് നിന്റെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. ഞാൻ ഇത് പറയാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, 1.5 മാസം മുമ്പ് ഇവിടെ നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ പാലക്കാട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടനാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ആൾക്ക് പൈസ കിട്ടുന്നില്ല. അവർ പല മാസങ്ങളുടെ ശമ്പളം കൊടുക്കുന്നില്ല, കിട്ടാനുള്ളതെല്ലാം ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ഞെരുക്കം. അതോടൊപ്പം ഇദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഒരു വീട് പണി അങ്ങോട്ട് പോകാൻ വേണ്ടി വീട് പണി ഏതാണ്ട് ജസ്റ്റ് ഒന്ന് വാർത്തിട്ടു. ആ സമയത്ത് ഈ കോൺട്രാക്ടർ കാശെല്ലാം മേടിച്ചുകൊണ്ട് പോയി കോൺട്രാക്ടർ ആത്മഹത്യയും ചെയ്തു. അപ്പോൾ ബാക്കി പണി പൂർത്തിയാക്കാനും പറ്റില്ല, കൂടുതൽ കാശും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒരു വീട് സ്വപ്നം കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ പണി പകുതി വഴിയിൽ ബ്ലോക്കായിപ്പോയി. അതുപോലെ തന്നെ മകളുടെ വിവാഹം നടത്തണമെന്ന് വിചാരിച്ച് എത്ര അന്വേഷിച്ചിട്ടൊരു കല്യാണം നടക്കുന്നില്ല. ഇവിടെ എൻജിനീയറാണ്, പക്ഷേ നല്ല ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണം നടക്കില്ല. അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് ജോലി എന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടാനുള്ള വർഷങ്ങളായിട്ട് കിട്ടാനുള്ള കാശുകൾ കിട്ടുന്നില്ല. വീട് പണി ഏകദേശം ഒന്ന് തീർക്കാം എന്ന് വിചാരിച്ച് കൊടുത്തു തന്ന കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്തു. മകളുടെ കല്യാണം നടക്കുന്നത് ഈ മൂന്ന് പ്രശ്നം വന്ന് ഈ ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തകർന്നവനായി. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം വീട് പണി പൂർത്തിയാക്കാനും പറ്റില്ല, അതിനാവശ്യമായ സാഹചര്യങ്ങളില്ല. ഇങ്ങനെ എല്ലാ ഞെരുക്കങ്ങളൂടെ വന്ന സമയത്ത് ഈ ചേട്ടൻ ഇവിടെ വരികയാണ്. ഇവിടെ ഒരു ദിവസം വന്നു. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറയാന്ന്, ഒരു തരത്തിൽ മുമ്പോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സമാധാനമില്ലെന്ന് പറഞ്ഞു. ജീവിക്കാനായിട്ടുള്ള ഒരു സമാധാനമില്ല, ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ വട്ടം വിട്ട് പിടിച്ചേക്കാന്ന് പറഞ്ഞു. പ്രഭാഷകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 9-ാമത്തെ തില്ലഗീതത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായി തീരാം. അപ്പോൾ ഈ ചേട്ടൻ ജീവിതത്തിൽ ഭാഗ്യമായതെല്ലാം ഇപ്പം ദൗർഭാഗ്യമായി മാറി. ഇനി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എല്ലാ രീതിയിലും വലിയ പ്രതിസന്ധി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഈ ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദൈവവുമായൊരു വ്യക്തിപരമായൊരു ബന്ധം. അദ്ദേഹം പറഞ്ഞ പള്ളിയിലൊക്കെ പോകുമെങ്കിലും കുമ്പസാരിക്കാറൊന്നുമില്ലായിരുന്നു, അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഈ ഞെരുക്കത്തിൻ്റെ എല്ലാം മധ്യത്തിൽ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു വചനം പറഞ്ഞു തരാൻ പറഞ്ഞു. എനിക്ക് ഒരു വചനം പറഞ്ഞതാ, ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം, കുമ്പസാരിക്കാം, പള്ളിയിൽ പോകാം. അപ്പം ഞാൻ ഈ ചേട്ടൻ വലിയ ഞെരുക്കത്തിൽ ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത പ്രതിസന്ധിയിലൂടെയല്ല, ഇങ്ങനെ വളരെ തകർന്ന മനുഷ്യൻ. ഈ ചേട്ടന് പറഞ്ഞു കൊടുത്തൊരു വചനം ഇതാ, സങ്കീർത്തനം 121 അത് വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 8 വചനങ്ങളും ഉള്ളത്. സങ്കീർത്തനം 121 8 വചനങ്ങളുണ്ട്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൽ വചനം ഇങ്ങനെ പറയാണ്. 1-ാമത്തെ വചനം ഇതാ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് എവിടെ നിന്ന് സഹായം വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് സഹായം വരും. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല,
നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്റെ വലതു ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് തൻ്റെ ജീവനെ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നും കാത്തുകൊള്ളും. അപ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ചേട്ടൻ പറഞ്ഞ എനിക്ക് ഒരു വചനം എന്താ, ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം, വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നല്ല കുമ്പസാരമൊക്കെ നടത്തി ഈ ചേട്ടൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കാനും അങ്ങനെ ആത്മീയമായ കാര്യങ്ങളിലേക്കെല്ലാം ഈ ചേട്ടൻ മാറുകയാണ്. 1.5 മാസം മുമ്പ് വന്നു. ഈ ചേട്ടൻ ഈ ഒരാഴ്ച മുമ്പ് എന്നോട് പറയുകയാണ്, ഈ 1.5 മാസം മുമ്പ് ഇവിടെ വന്നുവെങ്കിൽ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ സൂയിസൈഡ് ചെയ്ത കോൺട്രാക്ടർ അപ്പൻ ഈ ചേട്ടനോട് പറഞ്ഞു, അവന് അങ്ങനെയൊക്കെ ചെയ്ത് പൈസ എല്ലാം മേടിച്ചുകൊണ്ട് പോയി, അവന് അങ്ങനെ ഒരു അത്യാഹിതമൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് മനസ്സ് തകരരുത്, ഞാനത് പണിയിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പണി അപ്പൻ്റെ നേതൃത്വത്തിൽ പണി നടത്താനായിട്ട് അപ്പൻ വന്നു. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ കിട്ടാനുള്ള പൈസ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് മകളുടെ കല്യാണം ശരിയായി. എന്നിട്ട് ഈ ചേട്ടൻ പറയാ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ മകളുടെ കല്യാണം ആദ്യം നടന്നെന്ന് പറയണം. വീട് പണി ഇപ്പോൾ അത് രണ്ടും പരിസമാപ്തിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങൾ കർത്താവ് പരിഹരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാം. പരിധിനിവൃത്തി പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം 2ഉം 3ഉം തിരുലിഖിതങ്ങൾ അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കാം. അന്ന് നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും അവ അനുസരിക്കും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പൊ ദൈവം നിന്റെ അടിമത്തം അവസാനിപ്പിക്കുന്നത് എപ്പോഴാണെന്നാ ഈ ദൈവവചനം പറയുക. നിന്റെ ജീവിതത്തിൽ പല അടിമത്തങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങളുണ്ട്. ഇതെപ്പോഴാണ് അവസാനിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അന്ന് നീ നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ കുടുംബവും ഞാൻ നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും അവ അനുസരിക്കും. അത് അനുസരിക്കാൻ തയ്യാറാവുമ്പോൾ ദൈവം പറയാണ്, അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും. അപ്പോൾ ഇന്ന് ഞെരുക്കങ്ങളിലൂടെയും അടിമത്തങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വിടുതൽ തരാൻ ദൈവമായ കർത്താവിലേക്ക് നീ തിരിയണം. കുടുംബം തിരിയണം. കുടുംബം കർത്താവിലേക്ക് കടന്നു വരണം. അങ്ങനെ കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. വീണ്ടും നമ്മൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിയമാവർത്തന പുസ്തകം 30-ന്റെ 9ഉം 10ഉം വചനത്തിൽ പറയാം, അങ്ങനെ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നീയും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടൂ എന്ന് പറയുന്നുണ്ട്. ആ വചനം വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിന്റെ പിതാക്കന്മാരെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ഏത് സംഭവിക്കുള്ളൂ? നിന്റെ എല്ലാ പ്രയത്നങ്ങളിലും നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നത്, ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായ വിളവുകളും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ദൈവമായ കർത്താവിലേക്ക് തിരിയുമെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള അടിമത്തങ്ങളും ഞെരുക്കങ്ങളും കടന്നു പോകുന്നവരാണ്, അഭിമുഖീകരിക്കുന്നവരാണ്. അപ്പം ഇതിനെയെല്ലാം അതിജീവിച്ച് ആ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ
അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന തിന്മകൾ, പാപങ്ങൾ ഉണ്ടായെങ്കിൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയാൻ, ഒരു കുടുംബം ദൈവത്തിലേക്ക് തിരിയാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന് നമ്മുടെ കെട്ടുകൾ അഴിക്കാൻ പറ്റും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഞെരുക്കുകളും എടുത്തു മാറ്റും. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ 1-ാം ലേഖനം 5:18 ദൈവത്തിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുക: ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. ഇപ്പൊ 3 കാര്യം പറയാം. ദൈവത്തിൽ നിന്ന് പാപം ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. കൃപയിൽ ജീവിക്കാനും നിലനിൽക്കാനും ദൈവം അവനെ സംരക്ഷിക്കും. അതുപോലെ തന്നെ ദൈവം മറ്റെല്ലാ ആത്മീയമായ മേഖല മാത്രമല്ല, ഭൗതികമായ മേഖലകളിലും നമ്മെ സംരക്ഷിക്കും. ദുഷ്ടൻ നമ്മെ തൊടുകയില്ല എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അല്ലെങ്കിൽ അന്ധകാര ശക്തിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ദൈവം നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. വരുതിയൊരു പേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29:14 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുക: ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവം നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. യെരമ്യാ 29:14 പറയുന്ന കാര്യം അതാ, ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതിന് മുമ്പ് പറയുന്ന കാര്യമുണ്ട്. 11 മുതലുള്ള വചനങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ പ്രത്യേകമായിട്ടും വചനം ഇങ്ങനെ പഠിപ്പിക്കുക: എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇപ്പം നമ്മുടെ ഞെരുക്കങ്ങളിലൂടെ ഇന്ന് വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവം നമ്മോട് പറയുക, നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിലും ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ശുഭമായൊരു ഭാവി ദൈവം അതിലൂടെ അത് അംഗീകരിക്കുമ്പോൾ, അങ്ങനെ ദൈവത്തെ വിളിക്കുമ്പോൾ, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. അത് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അടുത്ത വചനം പറയുകയാണ്, 12 വചനം പറയുകയാണ്: അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവത്തിന് വചനം പറയാം, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പൊ ദൈവത്തെ കണ്ടെത്താൻ, ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം അനുവദിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് നമ്മുടെ ഐശ്വര്യം വീണ്ടും തരാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: നീ ദൈവത്തിലേക്ക് തിരിയണം. അങ്ങനെ തിരിയാൻ തുടങ്ങുമ്പോൾ ദൈവം ജീവിതത്തിൽ ഈ ഞെരുക്കങ്ങളെ അതിജീവിച്ചു പോകാൻ ഐശ്വര്യം തന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അവിടുന്ന് പടുത്തുയർത്തും. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലുതേരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുലിഖിതത്തിൽ വചനം പറയാം: കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിൻ്റെ പിതാവാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പൊ കണ്ണുനീരോടെ വരുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. നമുക്കിന്ന് ഈ ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ അടിമത്തങ്ങളും നമ്മുടെ ഞെരുക്കങ്ങളെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മൾ കർത്താവിലേക്ക് തിരിയാൻ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങൾ കാണും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പാപങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കൃപ തന്നുകൊണ്ട്, വീണ്ടും ഐശ്വര്യം തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. നമുക്ക് എഴുന്നേറ്റിരിക്കാം. നമുക്ക് 2 കരങ്ങളും ഉയർത്താം. 2 കരങ്ങളും ഉയർത്തി നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്ന എല്ലാ തിന്മകളും നമ്മുടെ ജീവിതങ്ങളിൽ വിട്ടുപോകാൻ ആഗ്രഹിച്ച് നമുക്ക് സ്തുതിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ
അടിബദ്ധങ്ങളും വിട്ടുപോകാൻ, പാപത്തിൻ്റെ അതുപോലെ തകർച്ചയുടെ, ക്ലേശങ്ങളുടെ, നിരാശയുടെ എല്ലാ അടിബദ്ധങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിച്ച്, കുടുംബ തകർച്ചകൾ വിട്ടുപോകാൻ ആഗ്രഹിച്ച്, സാമ്പത്തികമായുള്ള പ്രതിസന്ധികൾ വിട്ടുപോകാൻ ആഗ്രഹിച്ച്, വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകൾ ഇതെല്ലാം വിട്ടുപോകാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ജീവിതത്തിലേക്ക് വരണമേ. ഞങ്ങളിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും, വൈശാചികമായ എല്ലാ ബന്ധനങ്ങളും ഈശോയെ ഈ സമയം പോകട്ടെ. ഞങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെല്ലാം കർത്താവേ അഴിയട്ടെ. പോകട്ടെ, പോകട്ടെ. അടിമത്തങ്ങൾ കുടുംബങ്ങൾ നിർവീര്യമായി പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ, നിർമ്മാണ മേഖല തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ.